നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹാഫ് ക്ലച്ചിനെ കുറിച്ചാണ്. അതായത് തുടക്കക്കാർക്ക് വാഹനം ഓടിക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതായത് ഹാഫ് ക്ലച്ച് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടാറുണ്ട്. ഇന്നത്തെ വീഡിയോ കാണുന്നതിലൂടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ വാഹനത്തിന്റെ ഹാഫ് ക്ലച്ച് കണ്ടെത്താൻ പറ്റും. ചില ആൾക്കാർക്കെങ്കിലും ഹാഫ് ക്ലച്ചിനെ പറ്റി തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. അത് ഈ വീഡിയോയിൽ മാറും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ പറയാനുള്ളത്, ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ക്ലച്ച് പകുതി റിലീസ് ചെയ്യുന്നതല്ല. അതാണ് ഒന്നാമത്തെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ ഒരു ക്ലച്ച് പെഡൽ പകുതി റിലീസ് ചെയ്യുന്നതാണ് ഹാഫ് ക്ലച്ച് എന്ന് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഇത് ക്ലച്ച് അല്ല, ഇത് ക്ലച്ച് പെഡലാണ്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ ബോണറ്റിനകത്തുള്ള വാഹനത്തിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയിൽ ആ ഒരു ഡ്രൈവ് ഡിസ്കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗത്തിന്റെ പേരാണ് ക്ലച്ച്. പക്ഷെ ഇത് ക്ലച്ച് പെഡലാണ്. ആ ഒരു കോണ്ടാക്ട് പകുതി എത്തുന്നതിനാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അതായത് വാഹനം ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുകയുമില്ല, എഞ്ചിനിൽ നിന്നുള്ള ഒരു ഡ്രൈവ് വീലിലേക്ക് കുറച്ച് എത്തുകയും ചെയ്യും. അതായത് ആ ഒരു പോയിന്റിനെയാണ് ഹാഫ് ക്ലച്ച് പറയുന്നത്. അല്ലാതെ ഈ ഒരു ക്ലച്ച് പെഡൽ പകുതി റിലീസ് ചെയ്യുന്നതിനല്ല. ഇത് ക്ലച്ച് പെഡലാണ്. ഇതാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലച്ച് പകുതി റിലീസ് ചെയ്ത് വെക്കണം എന്നാണ് കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ കാണുന്നതിലൂടെ മാറിക്കിട്ടും. പിന്നെ എങ്ങനെയാണ് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക? അതായിരിക്കും അടുത്ത സംശയം. അതിനുള്ള ഉത്തരം പറയാം. അതിനു മുമ്പ് ആദ്യം തന്നെ ക്ലച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ക്ലച്ച് എന്ന് പറഞ്ഞാൽ, വളരെ ചുരുക്കി പറഞ്ഞാൽ, കൂടുതലായി അതിന്റെ ടെക്നിക്കലിലേക്ക് പോകുന്നില്ല, വളരെ ചുരുക്കി പറഞ്ഞാൽ എഞ്ചിൻ നിന്നുള്ള ഡ്രൈവ് വീലിലേക്ക് വരുന്നത് കട്ട് ഓഫ് ചെയ്യാനാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. അതായത് ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുമ്പോൾ ഇത് എഞ്ചിനും വീലും തമ്മിൽ ഡിസെൻഗേജ് ആവും. ഈ ക്ലച്ച് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ എൻഗേജ് ആവും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ക്ലച്ച് പ്രസ് ചെയ്ത് പിടിക്കുന്ന സന്ദർഭത്തിൽ വാഹനം ന്യൂട്രൽ ഗിയറിൽ ഉള്ള അതേ ഒരു എഫക്റ്റ്, ടെക്നിക്കലായി അല്ല, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ക്ലച്ച് പെഡൽ പ്രസ് ചെയ്ത് ഇരിക്കുമ്പോൾ ഉണ്ടാവുക. ഇനി നമ്മൾക്ക് ഹാഫ് ക്ലച്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയാം. അധികം വീഡിയോയിലോ മറ്റോ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ടാകും ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാൻ. ഒരു ക്ലച്ച് പ്രസ് ചെയ്ത് വാഹനം ഗിയറിലിട്ട് ഈ ഒരു ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ വരും. ആ ഒരു പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന്. ഇത് ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ തന്നെ ഒരു 3 സിലിണ്ടർ എഞ്ചിനോ അതോ പവർ കുറഞ്ഞ കാറുകളിൽ മാത്രമേ കൂടുതലും വൈബ്രേഷൻ ഉണ്ടാവും. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയ 4 സിലിണ്ടർ പവർ കൂടിയ എഞ്ചിനുള്ള വാഹനങ്ങളിലൊന്നും ഒരു ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഭയങ്കര വൈബ്രേഷനോ സൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പല ആൾക്കാരും വാഹനം പുതുതായി പഠിക്കുന്ന സന്ദർഭത്തിൽ ഓഫായി പോകാറുണ്ട്. അതിനുള്ളൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലച്ച് ചവിട്ടി വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇടുക, ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുക. ഇനിയാണ് നോക്കാൻ പോകുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെക്കുക. ഇനി ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക. അപ്പോൾ വാഹനം പെട്ടെന്ന് മെല്ലെ റിലീസ് ചെയ്യുക. അപ്പോൾ വാഹനം ഫ്രണ്ടിലേക്ക് പോകാനൊരു പ്രവണത കാണിക്കും. നിങ്ങൾ ക്ലച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് നോർമൽ പൊസിഷനിലേക്ക് വരും. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ഇങ്ങനെ ഒരു പിടുത്തം വരും. ഇതാണ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഒട്ടുമിക്ക വാഹനങ്ങളും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഈ ഹാൻഡ് ബ്രേക്ക് പുറകിലെ വീലുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ പുറകുവശം ഒരു താഴ്ന്ന ഒരു ഫീല് കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. പഠിച്ചു കഴിഞ്ഞാൽ നേരെ നോർമൽ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അതിന് പകരം നമ്മൾ ഫൂട്ട് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാകില്ല. 4 വീലിലേക്കും ബ്രേക്ക് അപ്ലൈ ആവുകയാണ്. അതുകൊണ്ട് വാഹനം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. റിലീസ് ചെയ്യുക, വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇടുക, ഫുട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ഇനി ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുമ്പോൾ വാഹനം മൂവ് ചെയ്യും. മൂവ് ചെയ്യാനായി തുടങ്ങുന്ന ഒരു പോയിന്റാണ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ്. ആ ബൈറ്റിംഗ് പോയിന്റിനോട് കുറച്ച് മുകളിലാണ് ഹാഫ് ക്ലച്ച്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി അടുത്തൊരു മെത്തേഡ് കൂടിയുണ്ട്. ഇനി ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഗിയറിലാണ്, ഫുട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ടാക്കോമീറ്റർ നോക്കുക. ഇതാണ് വാഹനത്തിന്റെ ഐഡിലിംഗ് RPM. ഏകദേശം ഇത് 1000 RPM, ഈ 1 എന്ന് കാണിക്കുന്നത്. അതിന് താഴെ 800 RPM. ഇനി ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത്, ഇപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇനി ക്ലച്ച് ഒന്ന് പതിയെ റിലീസ് ചെയ്യാം. അപ്പോൾ ഈ RPM-ലുള്ള ചേഞ്ച് നോക്കിക്കോളൂ. കണ്ടില്ലേ, RPM ചെറുതായി കുറഞ്ഞു. ഇതാണ് വാഹനത്തിന്റെ ശരിക്കും ഹാഫ് ക്ലച്ച് അഥവാ ബൈറ്റിംഗ് പോയിന്റ്. ഇങ്ങനെ നിർത്തി വെച്ചാൽ എത്ര വലിയ കയറ്റത്തുനിന്നും വാഹനം എടുക്കാം. ഇപ്പൊ ഞാൻ ക്ലച്ച് പ്രസ് ചെയ്യുമ്പോൾ RPM കൂടി. ഇനി ക്ലച്ച് റിലീസ് ചെയ്യാം, ബ്രേക്ക് ചവിട്ടി, കണ്ടില്ലേ RPM കുറഞ്ഞു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വാഹനത്തിന്റെ സൗണ്ടോ വൈബ്രേഷനോ ഒന്നും നോക്കണ്ട, ഇവര് മീറ്റർ നോക്കി തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹാഫ് ക്ലച്ചും ബൈറ്റിംഗ് പോയിന്റും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി ചോദിക്കുക, അതിനുള്ള മറുപടി തരുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ